അശ്ലീല സന്ദേശവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാടിൽ നിന്ന് നേതാക്കൾ പതുക്കെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ വരുന്ന വാർത്ത. രാജി വേണ്ട എന്ന നിലപാടിലേക്ക് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും എത്തിക്കഴിഞ്ഞുവെന്നാണ് നമ്മുടെ ബ്യൂറോ പറയുന്നത്. പരാതി പോലുമില്ലാതെ എങ്ങനെ രാജി ആവശ്യപ്പെടും എന്നാണ് ഇപ്പോൾ KPCC നേതൃത്വം ചോദിക്കുന്നത്. ഇതേ നേതൃത്വമായിരുന്നു ഇന്നലെ വിളയാടിയത്. ഇപ്പം തന്നെ വേണം രാജി എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വാദങ്ങൾ കൂടി കേൾക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്നലെ വാർത്താ സമ്മേളനത്തിലും രാഹുൽ അതാണ് ചോദിച്ചത്. എത്ര വലിയ കുറ്റം ചെയ്ത ആളിനോടായാലും അയാളുടെ നിലപാട് കേൾക്കാൻ സമയം വേണം, അത് സ്വാഭാവിക നീതിയുടെ ഭാഗമാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും തൻ്റെ ഭാഗം സാധൂകരിക്കുന്ന ചില കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമം നടത്തുന്നു എന്നുകൂടി വാർത്ത കൊണ്ട് ഇത് ചില ആളുകൾക്കൊക്കെ അലോസരമാകുന്നു. ഈ കാലത്ത് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പാഠം എന്താണെന്നറിയാമോ? നമ്മൾ സംസാരിക്കുന്ന എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ചില തെളിവുകൾ പങ്കുവയ്ക്കുമ്പോഴും ചില രഹസ്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇതേ സുഹൃത്ത് തന്നെ നാളെ നമുക്ക് പാരയാകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കറും തത്സമയം ചേരുകയാണ്. ആദ്യം ഷഫീദിലേക്ക്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ജയശങ്കർ ഓൾസോ. ഷഫീദ്, എന്താണ് വിവരങ്ങൾ? നമ്മുടെ ഈ പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ള ഭയമാണോ ഈ നേതാക്കന്മാരെ പിന്നോട്ട് വലിക്കുന്നത് ഇപ്പോൾ? ഈ വിവാദവുമായി ബന്ധപ്പെട്ട ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്ന നിലപാടല്ല പാർട്ടി നേതാക്കൾക്കും പാർട്ടി നേതൃത്വത്തിനും ഇപ്പോഴുള്ളത്. കാരണം ഇന്നലെയാണ് KPCC ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ 3 വിദഗ്ധരോട് നിയമോപദേശം തേടിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ലഭിച്ച നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല, മറ്റൊരു തരത്തിൽ ഈ പ്രതിസന്ധിയെ, ഈ വിവാദത്തെ നേരിടാം എന്നുള്ള കാര്യം കോൺഗ്രസ് ആലോചിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദേശീയ തലത്തിൽ പോലും ചർച്ചയായ ഒരു വിഷയം. അതിനൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു ക്യാമ്പയിനേക്കാൾ ദേശീയതലത്തിൽ ശ്രദ്ധ ഈ വിഷയത്തിന് കിട്ടിയ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ്. പക്ഷെ അപ്പോൾ പോലും ഈ വിവാദത്തെ പക്വമായി നേരിടണമെന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ഒരു പക്ഷേ അതുണ്ടാകില്ല. ഇന്നത്തെ കൂടി ചർച്ചകൾക്ക് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. പക്ഷേ രാഹുലിന്റെ രാജി സാധ്യത അത് കുറയുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്ന കാര്യം. പകരം കടുത്ത നടപടിയിലേക്ക് പോയി സമൂഹത്തിന് മുൻപിൽ പാർട്ടി നേതൃത്വം കർശനമായ നടപടിയെടുത്തു എന്ന് തെളിയിക്കാനുള്ള ഒരു നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്യും, അതേപോലെ തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും, നിയമസഭയിൽ അവസരം നൽകും, ഇനി സീറ്റ് കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഭാഗം കൂടി കേൾക്കണം എന്ന് വാദിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. പ്രത്യേകിച്ച് അവന്തിക വിഷയത്തിലടക്കം ഇന്നലെ ചില കാര്യങ്ങൾ രാഹുൽ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ വിവാദത്തിലും രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം നേതാക്കളിൽ ചിലർ ഉന്നയിക്കുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ KPCC നേരിട്ട് കേട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി കേൾക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്തനംതിട്ടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തും. മാത്രവുമല്ല പാർട്ടിയുടെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം മാത്രം അക്കാര്യത്തിൽ തീരുമാനം എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്നത്. ഏതായാലും നേതാക്കൾ ഇന്ന് ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തും. ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനം അറിഞ്ഞ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, അതല്ലെങ്കിൽ പാർട്ടിക്ക് കൂടുതൽ പരിക്കേൽക്കും എന്നുള്ളതാണ് KPCCയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഇക്കാര്യത്തിലെ അഭിപ്രായം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി AV ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്. അടൂരിൽ നിന്നാണ് ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജയശങ്കർ, യഥാർത്ഥത്തിൽ KPCC നേതൃത്വം ഒരു പിന്നോക്കം പോക്ക് നടത്തുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഭീഷണി എന്തെങ്കിലും ഉണ്ടോ മാങ്കൂട്ടത്തലിൻ്റെ? ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവന്തിക ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് കൃത്യമായ ചില മറുപടികൾ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ചില ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു. അതായത് വളരെ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടക്കുന്നുവെന്ന് അവന്തിക തന്നെ പങ്കുവച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി. അതായത് വരും ദിവസങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ തെളിവുകളൊക്കെ തന്നെ തനിക്കും പുറത്തുവിടാനുണ്ട്, അതങ്ങനെ തന്നെ വിടുമെന്നൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 4 ഈ ലൈംഗിക ആക്ഷേപങ്ങളാണ് പല ഇടങ്ങളിൽ നിന്നായി വന്നത്. ഇതിലേറ്റവും തീവ്രത കൂടിയത് ഈ ശബ്ദ സന്ദേശം തന്നെയായിരുന്നു. അതായത് ഒരു പെൺകുട്ടിയുടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന തരത്തിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശമായിരുന്നു. ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ആ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വന്നാൽ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കുമെന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. മറ്റ് ആരോപണങ്ങളൊക്കെ
ആക്ഷേപങ്ങളൊക്കെ തന്നെ യുവതികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവർ മുന്നോട്ട് വയ്ക്കുകയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും പരാതികൾ ഇതുവരെ നൽകുകയോ ചെയ്തൊരു സാഹചര്യമില്ല. ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടത് രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കാതെ ആണ് അത് നടത്തിയത് എങ്കിൽ സ്വാഭാവികമായും കേസ് വരും. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രമാണ് കുറച്ചുകൂടി വ്യക്തത വേണ്ടെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ അവന്തിക വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ വിട്ട തെളിവുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയ സംതൃപ്തി ഉണ്ടെന്ന വിവരമുണ്ട്. കാരണം അതിൽ ചില ഗൂഢാലോചന ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് നേതൃത്വത്തെ ഈ ഓഡിയോ സന്ദേശം പരസ്യമായി പുറത്തു വിടുന്നതിലൂടെ നേതൃത്വത്തെ മനസ്സിലാക്കാൻ, നേതൃത്വത്തിന് മുന്നിൽ അത്തരം ഒരു കാര്യം അവതരിപ്പിക്കാൻ രാഹുലിന് പരോക്ഷമായി സാധിച്ചു എന്നാണ് രാഹുൽ ക്യാമ്പ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ചില അലോലികൾ കൂടിയാണ് ഇന്നലെ രാജി എന്നത് സസ്പെൻഷനിലേക്ക് ചുരുക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വത്തെ എത്തിച്ചതെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാഹുൽ വീണ്ടും മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. ആ ഘട്ടത്തിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പക്കലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വിടാനും രാഹുലുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ ഇല്ലെങ്കിൽ രാഹുൽ തന്നെ നിലവിൽ ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നേതൃത്വവുമായി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ആശയവിനിമയം രാഹുൽ നടത്തുന്നുണ്ട്. കാരണം തൻ്റെ ഭാഗം കേൾക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിലും നേതൃത്വത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ വളരെ ചുരുക്കം നേതാക്കൾ മാത്രമാണ് രാഹുലിനെ ഈ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ബന്ധപ്പെട്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 5 ദിവസത്തോളമായി നെല്ലിമുകളിലെ ഈ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്തേക്ക് പോവുകയും അതുപോലെ തിരിച്ചു വരികയും ചെയ്തു. എന്തായാലും തൽക്കാലം രാജിയിലേക്കില്ല. കൂടുതൽ വിശദീകരണം ജയശങ്കറാണ് അടൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന്റെ മുന്നിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രക്ഷേപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.